Good afternoon, everyone. Good afternoon, ma'am. Yeah, good afternoon. Okay. എന്താണ് സൈലന്റ് ആണല്ലോ? അതെ, ആതിര മിസ് പറഞ്ഞു ഫ്രൈഡേ മിസ് വരുന്ന. എന്തോ? ആതിര മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അശ്വതി മിസ്സിനോട് പറഞ്ഞിട്ട് ഫ്രൈഡേത്തെ ക്ലാസ് മിസ് വന്നിട്ട് എടുക്കും, ഇന്നത്തോട് കൂടി മിസ് എടുക്കണ എല്ലാ ചാപ്റ്റേഴ്സും ഇന്നത്തോട് കൂടി തീർക്കുന്നൊക്കെ. അപ്പൊ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു ആതിര മിസ്സിനെ. ഓക്കെ, തോന്നി. അത് മിസ്സിന് എക്സ്പെക്ട് ചെയ്ത് വന്നത് ഞാനായിരിക്കും അല്ലേ? അതെ. ഓക്കെ, അതെ. അത് മിസ് ഇന്ന് വരില്ല. അതിന് ചെറിയ ക്ലാസ് ഉണ്ട്. മേ ബി ട്യൂസ്ഡേ വരും കേട്ടോ. അപ്പൊ എക്സ്പെക്ട് ചെയ്തിരുന്നോളൂ. ഓക്കെ. ഓക്കെ. അപ്പോ ഒട്ടും പ്രിപ്പേർഡ് അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്, ആണോ? ഞാൻ ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങള് നോക്കിയിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പോർഷൻസും അല്ലാതെയുള്ള പോർഷൻസ് ഒക്കെ നോക്കിയിരുന്നോ? ചാപ്റ്റേഴ്സ് നോക്കിയിരുന്നോ? കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന പിന്നെ ചെയ്യാനുള്ള ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള വർക്കുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോർഷൻ കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നും കൺഫ്യൂഷൻ ഡൗട്ടേ ഇല്ല ഇംഗ്ലീഷില്. നമുക്ക് ആദ്യം മുതൽ എടുത്തതൊന്ന് പറഞ്ഞ് റിവിഷൻ ചെയ്തപ്പോ മിസ് ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ആദ്യം മുതലുള്ളത് ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ട്, പറഞ്ഞങ്ങനെ തീർത്തു പോകാം. ഓക്കെ, ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പോ നിങ്ങള് നോട്ട്ബുക്ക് എടുക്കും. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗില് ഞാൻ ഇംപേറ്റീവ്സ് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. ലെറ്റ്സ് ഗോ ടു ദ സിനിമ. നമ്മൾ ലെറ്റേഴ്സ് വെച്ച് വരുന്ന കാര്യങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എന്ത് ക്വസ്റ്റ്യൻ ടാഗ് വരും എന്ന് അറിയില്ലല്ലോ. സോ അങ്ങനെ എഴുതൂ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ സിനിമ. എന്തായിരിക്കും വരാം? ടൈപ്പ് ചെയ്യണോ ഞാൻ? ലെറ്റ്സ് ഗോ ടു ദ സിനിമ. എന്തായിരിക്കും വരാം? ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും വരാം? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും? അവിടെ ലെറ്റ്സ് എന്ന് പറയുമ്പോ വി എന്നുള്ള ഒരു ഇതല്ലേ വരിക? അതാണെങ്കിൽ വി ആണ്. ഓക്കെ, അപ്പൊ ഷാൽ ബി ആണ് കേട്ടോ. ഷാൽ ബി. ലെറ്റ്സ് ഗോ ടു ദ സിനിമ. ഷാൽ ബി എന്ന് ചോദിക്കാം. ഷാൽ ബി. അപ്പോ ലെറ്റ്സ് വെച്ച് വരുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ ബി ചോദിക്കാം. ഓക്കെ, ക്ലിയർ? അതുപോലെ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. എഴുതിക്കോളൂ കേട്ടോ. ലെറ്റ്സ് ഗോ ഔട്ട് ഫോർ എ വാക്ക്. Let's go for a walk. Let's go out for a walk.
shall be ആണ്. Then let's make a start. Let's make a start. Let's make a start. അതും shall be തന്നെയാണ്. Okay. മിസ് എക്സ്ക്യൂസ് മീ, ഞാൻ കയറി ഇച്ചിരി ലേറ്റായി. ക്വസ്റ്റ്യൻ ടാഗ് ആണോ മാം നോക്കുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗില് നമ്മൾ കുറച്ച് ഇംപെരിറ്റീവ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞു. അതാണേ. ഓക്കെ ഓക്കെ ഓക്കെ. ഋഷാന ഒന്ന് പറഞ്ഞെടുക്കാവോ മൈക്ക്? ഇപ്പൊ പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത്. മായ, ലെറ്റ്സ് വെച്ചിട്ട് തുടങ്ങുമ്പോ അല്ലേ ഷാളാണ്, ഷാൾവിയാണ് നമ്മൾ യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് ഷാൾവി വരും എന്നാ പറയണത്. അപ്പൊ ലെറ്റ്സ് ഗോ ടു ദ സിനിമ എന്ന് പറയാൻ വിചാരിച്ചു. ലെറ്റ്സ് ഗോ ടു ദ സിനിമ. അപ്പൊ നമ്മൾ ഷാൾവി എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ ടാഗ് വരിക. മായ എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ടടാ. ലെറ്റ്സ് വന്നാൽ ഷാൽ എന്ന് എഴുതിയാ പോരെ. എഴുതുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് വരുമ്പോ ഷാൾവി. ലെറ്റ്സ് ഗോ ടു ദ സിനിമ എന്ന് പറയുമ്പോ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് വരെ ഷാൾവി എന്നാ. വേറെ 2 എക്സാമ്പിൾസും കൂടി ഉണ്ട്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന് പറയുമ്പോഴും ഷാൾവി ആണ് അവിടെ വരിക. പിന്നെ ലെറ്റ്സ് മേക്ക് എ സ്റ്റാർ, അപ്പോഴും ഷാൾവി ആണ് വരിക. അപ്പൊ ലെറ്റ്സിന്റെ കൂടെ ഷാളാണ് ചേർക്കേണ്ടത്. ലെറ്റ്സ് വി. ലെറ്റ്സ് പറയുമ്പോ ഷാൾവി. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ, ക്ലിയർ. അപ്പോ ലെറ്റ്സ് വെച്ച് വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റിലും നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ ബി ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഇപ്പോ നമ്മൾ കാര്യം പറയാണ്, പാസ് മി ദ പെൻ. ആ പെൻ ഒന്ന് പാസ് ചെയ്യാവോ? പാസ് മി ദ പെൻ. നമ്മൾ എന്താ ചോദിക്കുക അറിയോ? ഒരാളോട് നമ്മൾ ചോദിക്കുന്നത് ഒരു വ്യക്തിയായിരിക്കാം, എന്തായാലും യു ഉണ്ടാകാം അല്ലെ. പക്ഷെ മൊഡാൽബോബ് എന്തായിരിക്കും വരാം? ഷാലാണ്. ഇൻ കേസ് ഇവിടെയാണെങ്കിലോ പാസ് മി ദ പെൻ എന്നാണെങ്കിൽ ഒരു ഫ്രണ്ടിനോടാണ് ചോദിക്കുന്നെങ്കിൽ ആള് തരാൻ വില്ലിങ് ആണെന്ന് നമുക്ക് തോന്നുമല്ലോ. അവള് എടുത്തരും, നമുക്കതറിയാലോ, ഫ്രണ്ട് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചോദിക്കാം? വിൽ യു ചോദിക്കാം. വിൽ യു പാസ് മി ദ പെൻ, വിൽ യു ചോദിക്കാം. വിൽ യു. പക്ഷേ നിങ്ങൾ ചോദിച്ചത് ഒരു നിങ്ങൾക്കത് ഒരു പേന പാസ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോ ചോദിക്കുന്ന ചോദ്യം ആള് എടുത്തരും എന്ന് ഒരു ഉറപ്പില്ലാത്ത ഒരാളാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചോദിക്കാം? വോണ്ട് യു ചോദിക്കാം. വോണ്ട് യു. കൺഫ്യൂഷൻ ആകും അല്ലെ? വോണ്ട് യു. അപ്പൊ നിങ്ങളത് എങ്ങനെ അറിയും? ആ ഒരു സെന്റൻസ് എങ്ങനെയാണത് ഐഡന്റിഫൈ ചെയ്യാന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ അതും നോട്ട് ചെയ്ത് വെക്കൂ. വോണ്ട് യുവിന്റെ കാര്യം നോട്ട് ചെയ്ത് വെക്കൂ. പക്ഷെ അത് മിസ്സേ ഫ്രണ്ടിനോടാണോ അതോ നമുക്ക് അറിയാത്ത ഒരാളോടാണോ നമുക്ക് അറിയില്ലല്ലോ. സെന്റൻസ് അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി വരുന്നത് വില്യു ആയിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെയും ഉണ്ട്. മോസ്റ്റ്ലി വരുന്നത് വില്യു ഒക്കെ. മിസ് ഇപ്പം ഫ്രണ്ടിനോട് അല്ലെ ഇപ്പൊ സിസ്റ്ററോടൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ തരുമെന്നൊരു ഉറപ്പുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ചിലപ്പം പോസിറ്റീവായിട്ട് എടുക്കായിരിക്കും അല്ലേ? പോസിറ്റീവ് എടുത്തേക്കാം. പാസ് മി ദ പെൻ എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കുമല്ലോ നമ്മൾ ചോദിക്കുന്നത്. ഒരു ഫ്രണ്ടിനോടായിരിക്കും അത് ചോദിക്കാം. അതുപോലെ പ്ലീസ് ഹെൽപ്പ് മീ. ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് തരുന്നുണ്ട്, പ്ലീസ് ഹെൽപ്പ് മീ, ജോയിൻ മീ ലേറ്റ് ഫോർ ദ ക്ലാസ് എന്നൊക്കെ പറയുന്നത് അത്രയും ഒരു ഇതായതുകൊണ്ടാണ് അല്ലെ. ഒരു കാഷ്വൽ ടോക്ക് ആണ് അതെല്ലാം. ദെൻ ഇപ്പൊ ട്രൈ ടു വർക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറയാണ്. നമുക്കത് പറ്റില്ലേ? വോണ്ട് യു പറ്റില്ലെന്ന് വെക്കാം. പറ്റും എന്ന് നമുക്ക് അത്രയും ഉറപ്പില്ല. ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുന്നതാണ്. മനസ്സിലായോ? പറ്റില്ലേ എന്നൊരു ചോദ്യമായിരിക്കും വരാം. വോണ്ട് യു. മനസ്സിലാവുന്നുണ്ടോ? അത് രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് അപേക്ഷിക്കാം. ഒന്നും കൂടെ പറയാവോ ഇപ്പൊ പറഞ്ഞ സെന്റൻസ്? നിങ്ങൾ ടെക്സ്റ്റ് ഉള്ളതാണ് കേട്ടോ ഇത്. ട്രൈ ടു വർക്ക് ഹാർഡ് ടെക്സ്റ്റിലുണ്ട്. വോണ്ട് യു കണ്ടോ? ട്രൈ ടു വർക്ക് ഹാർഡ്.
നമുക്കൊരു സജഷൻ, നമുക്ക് സജഷൻ ആണെന്ന് പറയാം. ഒരു കൽപ്പിക്കൽ പോലെ ഒരു അതെ. ചെയ്യണം, അങ്ങനെ ഒരു നിർബന്ധിച്ച് പറയണ പോലെയാണ്. ഇത് മറ്റേ തരൂ എന്നുള്ള ഒരു അങ്ങനെയാണ്. നമുക്ക് ഇപ്പോ നിങ്ങളോട് പറയുമ്പോ ഞാൻ നിങ്ങളോട് പറയാണ് ട്രൈ ടു വർക്ക് ഹാർഡ്, വിൽ യു എന്ന് ചോദിക്കുകയാണ്. കാര്യം നമുക്ക് അറിയാം നിങ്ങൾ അത് ചെയ്യുമെന്ന് അറിയാം. പക്ഷെ ഇത് ഫോഴ്സ് ചെയ്തൊക്കെ പറയുമ്പോ നമുക്ക് എന്താണ് വോണ്ട് യു ചോദിക്കാം. കൺഫ്യൂഷൻ വരണ്ടോ? നമുക്ക് എക്സാമിന് മെയിൻലി വരുന്നത് വിൽ യു വെച്ചിട്ടായിരിക്കും. ഓക്കെ, ആ ഒരു ടെൻഷനോ ഒന്നും വേണ്ട. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, ഇനി ഇപ്പോ വോണ്ട് യു വെച്ച് ചോദിക്കുന്നത് മെയിൻലി ഫോഴ്സ് ചെയ്യുന്ന കാര്യമാണ്. കുറച്ചുകൂടെ ഫോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് സെന്റൻസ് കാണുമ്പോൾ മനസ്സിലാവില്ലേ? ഫോഴ്സ് ഓരോ സെന്റൻസിലും ഫോഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? പറ്റുന്നുണ്ടോ അങ്ങനെ? ഇപ്പോ ബി കെയർഫുൾ വെൻ യു ഡ്രൈവ് ഓൺ എ ബിസി റോഡ്, എന്താണത്? വോണ്ട് യു. അവിടെ വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് വോണ്ട് യു ആണ്. റിമെമ്പർ ടു ലോക്ക് ദി ഡോർ. വോണ്ട് യു? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഏകദേശം ക്ലിയർ ആവുന്നുണ്ടോ? ഈ വോണ്ട് യു വിൽ യു മാത്രമേ കൺഫ്യൂഷൻ ആവുള്ളൂ കേട്ടോ. അതിലൊക്കെ വരണതല്ലേ, ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചോദിക്കുമ്പോഴാണ് വില്യു ചോദിക്കുന്നത്. ഇതിപ്പോ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഗുണം കിട്ടുന്നതും ആ ആൾക്കാണ്. അതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ അയാളോടുള്ള കെയർ കൊണ്ടല്ലേ. അതുപോലെ ഡോർ ലോക്ക് ചെയ്യാനൊക്കെ പറയണത് അങ്ങനെ അയാൾക്കും കൂടി വേണ്ടുള്ള കാര്യത്തിനാണ്. ശാസന പോലെ കൽപ്പന പോലെ പറയുമ്പോഴാണ് ഈ വോണ്ട് യു വരുന്നത്. ഇതിപ്പോ പേന തരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ആവശ്യമല്ലേ, അപ്പൊ വില്യു. ഫ്രണ്ട്ലി ടോക്ക്. ഓക്കെ, കാഷ്വൽ ടോക്കിൽ വിൽ യു, ഫോർമൽ ടോക്കിൽ വോണ്ട് യു ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ മോക്ക് ടെസ്റ്റ് ചോദിക്കട്ടെ, ക്വസ്റ്റ്യൻ ടാഗിനെ ബേസ് ചെയ്തിട്ട്? അപ്പൊ ക്ലിയർ ആവുമല്ലോ? ക്ലിയർ ആവും. പേടിക്കാനൊന്നുമില്ല, സിമ്പിൾ ആണ്. ഓക്കെ, ഇനിയിപ്പോ ക്യാനോ ഹാവോ ഹാസോ ഒക്കെ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. പിന്നെ ഇതിനൊക്കെ നെഗറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റിൽ വരുന്നെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ ടാഗ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടോ. പിന്നെ ഡൗട്ട് ഉള്ളത് ആം വരുന്നത് ആറന്റ് ആണ്. അത് എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആം വരുന്നത് ആറന്റ് ആണ് കേട്ടോ. ഈ ടേബിള് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. ഇനി എന്താണ്? ഫസ്റ്റ് തുടങ്ങിയ റിവിഷൻ ആണോ അല്ലെങ്കിൽ ഏതൊരു ചാപ്റ്റർ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, നമുക്കത് ചെയ്യാം. പറയൂ. എനിക്കിതില്ലേ ആ എക്സസൈസ് ചെയ്യുമ്പോ ഒരു ഡൗട്ട് വന്നിരുന്നു കേട്ടോ. അതായത് നമ്മളെ സെന്റൻസ് പോസിറ്റീവ് ആണോ നല്ലത് നമ്മൾ നോക്കേണ്ടത്. അതിലൊരു ഇത് വന്നിട്ടുണ്ട്, മനു ഈസ് നോട്ട് വെരി ഡൾ. അപ്പൊ അത് എന്താ? സെന്റൻസ് നോക്കുമ്പോ അത് മനുവിന് പോസിറ്റീവ് ആയിട്ട് പറയണത്, ആള് ഡൾ അല്ലാത്ത ഒരാളാണ്. പക്ഷെ ടീന ഈസ് എ ഡൾ ഗേൾ, അത് നെഗറ്റീവ്. അപ്പൊ ഞാൻ ആദ്യം കരുതി വെച്ചത് സെന്റൻസിന്റെ അർത്ഥത്തിൽ പോസിറ്റീവ് ആയിട്ടാണ് പറയണെങ്കിൽ അങ്ങനെയാണ്. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് എന്നാ. അപ്പൊ ഡൗട്ട് വന്നു. അപ്പൊ ഫസ്റ്റത്തെ എന്താ മനു ഡൾ ബോയ് അല്ല എന്ന് പറയുമ്പോ ഞാൻ കരുതി അപ്പൊ അത് നെഗറ്റീവ് ആയിട്ട് എഴുതണത്. അപ്പൊ ഞാൻ വിചാരിച്ചു ടെക്സ്റ്റിൽ വന്നൊരു എക്സസൈസ് ഇല്ലേ, ഏതാണെന്ന് പറയൂ. മനു ഈസ് നോട്ട് വെരി ഡൾ. മനു ഈസ് നോട്ട് വെരി ഡൾ. നമ്മള് ഞാൻ ആദ്യം കരുതിയതില്ലേ സെന്റൻസിന്റെ അർത്ഥം നമ്മൾ നോക്കണേ. കാരണം മനു ഡൾ ആയിട്ടുള്ള ബോയ് അല്ല എന്ന് പറയുമ്പോ അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യല്ലേ. അപ്പൊ നമ്മൾ അവിടെ നെഗറ്റീവ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെയല്ലല്ലോ വരുന്നത്. അവിടെ ഈസ് നോട്ട് ഹീ എന്നാവുന്ന ഞാൻ കരുതിയത്. അപ്പൊ ഞാൻ മായനോട് ചോദിച്ചു, അപ്പൊ ഡൾ ഗേൾ ആവുമ്പോഴും എന്താ അങ്ങനെ വരും, അപ്പൊ എന്താ ചോദിച്ചു. അപ്പോഴാണ് മായ പറഞ്ഞത് അവിടെ നമ്മൾ നോക്കണത് ഈസ് നോട്ട് വരുന്നത് കൊണ്ട് അത് അവിടെ നെഗറ്റീവ് ആണ്, അപ്പൊ പോസിറ്റീവ് ആക്കി എഴുതണം.
അങ്ങനെയാ പറയുന്നുണ്ടോ? ഈസ് നോട്ട്, ആർ നോട്ട്, ഹാസ് നോട്ട്, ഹാവ് നോട്ട് ഒക്കെ വരുമ്പോഴാണ് അത് നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയാ. അല്ലാതെ അതിന്റെ മീനിങ് നോക്കിയിരുന്നിട്ടോ, മീനിങ് വൈസ് അല്ല നമ്മൾ പറയുന്നേ. ആ സെന്റൻസിൽ ഓക്സിലറിയുടെ കൂടെ നോട്ട് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ്. അതന്നെയാണ്. അപ്പൊ ഞാൻ ആദ്യം കരുതി വെച്ചിരുന്നത് അങ്ങനെയായിരുന്നു. ഇനി ആരെങ്കിലും കരുതി വെച്ചിക്കണെങ്കിൽ അത് മായ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ട്ടോ. നമ്മള് എന്താ പറയാ സെന്റൻസിന്റെ ഫുൾ മീനിങ് നോക്കിയിട്ട് അത് പോസിറ്റീവ് ആയിട്ട് എടുക്കാതെ ഓക്സിലറിയുടെ കൂടെ വരുന്ന നോട്ടും ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയായിരുന്നു. അപ്പൊ ഡൗട്ട് വന്നപ്പോ ഞാൻ മായനോട് ചോദിച്ചപ്പോ മായ കറക്റ്റ് ചെയ്ത് തന്നു. നന്നായിട്ട് പറയും. ഇപ്പൊ ക്ലാസ്സിൽ പറഞ്ഞത് നന്നായിട്ടോ. ഇങ്ങനെയല്ല. ഓക്കെ, ഇനി എന്താ ഡൗട്ട്? ഇനി ആർക്കെങ്കിലും ഇതുപോലെ ഡൗട്ട് ഉണ്ടോ? ഇല്ല? മാം വേറെ കാര്യങ്ങളൊന്നും എടുക്കണില്ല വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ടാഗ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരോ? എക്സസൈസ് ആണോ? ഉണ്ടായിരുന്നില്ല, എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ഈ ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. പറയാം. ഓക്കെ, അപ്പൊ ആരാ ക്ലാസ്സിൽ പറയാം? ക്വസ്റ്റ്യൻ ടാഗ്, അബൌട്ട് ക്വസ്റ്റ്യൻ ടാഗ് പറയൂ. ക്ലാസ്സിൽ ആരാ പറയാ? മായ എന്ന് പറഞ്ഞു കൊടുക്കൂ. മിസ്സേ അങ്ങനെ ചോദിച്ചാ എനിക്ക് വല്ല അറിയത്തൊന്നുമില്ല, ഞാൻ പറയാൻ ശ്രമിക്കാം. അതായത് മൊത്തം ആദ്യം തൊട്ട് പറയണോ മാം? ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് നമ്മളിപ്പോൾ എക്സാമ്പിൾ വെച്ച് നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ് ഈസ് ആഡഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ടു ഡ്രോ എ അറ്റാച്ച്മെന്റ് അറ്റൻഷൻ ടു ഗീവ് ആഡ് ഫോഴ്സ് ടു ഇറ്റ് ഈസ് കോൾഡ്. അതായത് ഒരു സെന്റൻസ് പറഞ്ഞിട്ട് അതിന്റെ അവസാനം അങ്ങനെ അല്ലേ അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുന്നത്. അത് പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിന്റെ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതാണ്. പിന്നെ പറയുന്നത് പോസിറ്റീവ് സെമി നെഗറ്റീവ് വേർഡ്സ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ടെക്സ്റ്റ് PDF തന്നെ കൊടുത്തിട്ടുണ്ട്. ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കേർട്സ്ലി, റെയർലി ആൻഡ് സെൽഡം ആർ സെമി നെഗറ്റീവ് സെന്റൻസ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അത് പഠിച്ചിരിക്കണം. അപ്പൊ ഫ്യൂ പീപ്പിൾ, എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഫ്യൂ പീപ്പിൾ ലിസൺ. അപ്പൊ അതിനകത്ത് കുറച്ച് ആൾക്കാർ ശ്രദ്ധിച്ചു. അപ്പൊ ശ്രദ്ധിച്ചോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് ഫ്യൂ നെഗറ്റീവ്, നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അത് പോസിറ്റീവ് ആണെന്ന് തോന്നിയാലും മീനിങ് വെച്ചല്ല കേട്ടോ നോക്കണ്ടേ. ഫ്യൂ പീപ്പിൾ ലിസൺ, ആൾക്കാർ ശ്രദ്ധിച്ചു, അങ്ങനെ മീനിങ് വൈസ് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒന്നിന്റെ മീനിങ് വെച്ചല്ല, അവിടെ നോട്ടോ നെഗറ്റീവ് സെന്റൻസോ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്യൂ എന്നുള്ളത് നമ്മൾ മോളിൽ കണ്ടു നെഗറ്റീവ് വേർഡാണ്. അപ്പൊ അങ്ങനെ നെഗറ്റീവ് വേർഡ് കാണുമ്പോൾ നമ്മൾ എന്താണ് അതിന്റെ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആക്കി എഴുതണം. അപ്പൊ ഇതിനകത്ത് ഫ്യൂ പീപ്പിൾ ലിസൺ, ഡു ദേ എന്ന് വരും. അതുപോലെ ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. അപ്പൊ ഇതിനകത്ത് എന്താണ് വന്നിരിക്കുന്നത്? ലിറ്റിൽ എന്താണ്? നെഗറ്റീവ് ആണ്. ഇതിനകത്ത് ഒരു ഓക്സിലറി വന്നിട്ടുണ്ട്, ഹാസ്. അപ്പം ഹാസ് ഇറ്റ് എന്നാണ് എഴുതേണ്ടത്. അങ്ങനെയാണ് ആ ഭാഗത്ത് വരുന്നത്. പിന്നെ എ ഫ്യൂ, എ ലിറ്റിൽ ആർ യൂസ്ഡ് ആർ പോസിറ്റീവ് വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എ ഫ്യൂവും എ ലിറ്റിലും വന്നാൽ അത് പോസിറ്റീവ് വേർഡാണ്. നമ്മൾ ഇപ്പൊ ലിറ്റില് കണ്ടുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് മുന്നത്തെ ഇതിൽ പഠിച്ച ലിറ്റിലും എന്താണ് ലിറ്റിൽ ഫ്യൂ ഒക്കെ നെഗറ്റീവ് ആന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അതിന്റെ മുമ്പിൽ ഒരു എ എന്നുള്ളൊരു സംഭവം, എ ഫ്യൂ എ ലിറ്റിൽ കണ്ടാൽ ഇത് പോസിറ്റീവ് വേർഡാണ്. അപ്പോൾ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം. പിന്നെ ഫോർത്ത് സെക്ഷൻ നോക്കാം. സംടൈംസ് ദർ വിൽ നോട്ട് ബി ആൻ ഓക്സിലറി വെർബ് ഇൻ എ സെന്റൻസ്. ഓക്സിലറി വെർബ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ടാഗ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഷീ സിങ്സ് വെൽ, സിങ്സ് എന്ന് പറയുന്നത് ഡു പ്ലസ് സിങ് ആണ്. അതുകൊണ്ടാണ് അവിടെ എന്താണ് ഷീ സിങ്സ് വെൽ ഡസ് ഷീ അങ്ങനെയാണ് വരുന്നത്. അവിടെ നമ്മുടെ ഓക്സിലറി ഡസ് പ്ലസ് ഡസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഡസ് പ്ലസ്
ഷീ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡസ് അല്ലേ ഉപയോഗിക്കുന്നത്. അതായത് പിന്നെ യു സിങ്സ് വെൽ, അത് വരുമ്പോൾ എന്താണ് ഡു പ്ലസ് സിങ് ആണ് സിങ്, അപ്പം ഡു ഉപയോഗിക്കും. ഡു യു ആണ് അവിടെ വരുന്നത്. ഷീ സാങ് വെൽ, ഇവിടെ സാങ് ആണ് തന്നേക്കുന്നത്, അപ്പൊ പാസ്റ്റ് ഫോം ആണ് വെർബിന്റെ തന്നേക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അവിടെ വരുന്നത് ഡിഡിന്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഇത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ മിസ്സേ, എനിക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. പിന്നെ ഇപ്പോ പറഞ്ഞത് ഷാലു എന്താണ് വെച്ച ബുക്ക് എടുത്തില്ലല്ലോ. ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക്, അങ്ങനെ വന്നാൽ ലെറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഷാൽ വി യൂസ് ചെയ്യുന്നു. അതുപോലെ പാസ് മീ ദ പെൻ, അപ്പൊ മിസ് പറഞ്ഞു തന്നായിരുന്നു അത് പെൻ പാസ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഇതിലാണെങ്കിൽ വില്യോ നിങ്ങൾക്ക് പാസ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കും. എന്നാൽ തരാൻ പറ്റില്ലേ എന്നുള്ളൊരു രീതിയിലാണിക്കുന്നത് വോണ്ട് യു എന്ന് ചോദിക്കും. ഇത്ര എനിക്ക് അറിയത്തുള്ളൂ മിസ്സേ. ഓക്കെ അഞ്ജന ക്ലിയർ ആയോ? അഞ്ജന അല്ലേ ചോദിച്ചത്? അതെ മാം, ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഓക്കെ, ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചോ കേട്ടോ. ടെക്സ്റ്റില് വായിച്ചോ കുറച്ചെങ്കിലും മനസ്സിലാവും. അപ്പൊ പറഞ്ഞു വന്നത് ഫസ്റ്റ് തുടങ്ങി പറയുകയാണെങ്കിൽ ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കേർഡ്ലി, റേർലി, സെൽഡം ഇതൊക്കെ പറയുന്ന ഈ പറയുന്ന വേർഡ്സ് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായാലും ഈ പറയുന്ന ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി ഇത്രയും വേർഡ്സ് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഓക്കെ, അവിടെ ഇപ്പൊ ഓക്സിലറി വരണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഫ്യൂ പീപ്പിൾ ലിസൺ എന്ന് പറയുമ്പോൾ അവിടെ നോട്ടോ ഒന്നും വന്നിട്ടില്ല, മനസ്സിലായോ? ഓക്സിലറീസും ഇല്ല, അവിടെ നോട്ടും ഇല്ല, ഒന്നുമില്ല. പക്ഷെ നമ്മൾ അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യും ആ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്? എന്തുകൊണ്ടാ? ഫ്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫ്യൂ വന്നത് കൊണ്ട് അത് ആ സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഫ്യൂ പീപ്പിൾ ലിസൺ എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിലറീസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഡു, ഡസ്, ഡിഡ് ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത് അത് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഫ്യൂ പീപ്പിൾ ലിസൺ എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ്. ഓക്കെ, ദെൻ പീപ്പിൾ എന്ന് പറയുന്ന വേർഡ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കാം. കാരണം പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് ഡു അല്ലെങ്കിൽ ഡസ് ആണ്. ഇനി അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ തന്നിരിക്കുന്ന വേർഡ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന് നോക്കാം. പീപ്പിൾ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി ഏതായിരിക്കണം? ഡു ഓർ ഡസ്? ഡു ആണ്. ഡു ആണ്. പീപ്പിൾ എന്ന് പറയുമ്പോ പറഞ്ഞു പ്ലൂറൽ ആണ്, ഒരുപാട് പേരുണ്ട്. അപ്പൊ യൂസ് ചെയ്യേണ്ട സബ്ജക്ട് ഏതായിരിക്കണം? അവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ സബ്ജക്റ്റും ഓക്സിലറി എന്തായാലും വരും. അപ്പൊ സബ്ജക്ട് ഏതായിരിക്കും? ദേ ആണ്. ഒരുപാട് പേരുണ്ട്, ദേ ആണ്. അപ്പൊ ഡു ദേ ആണ് വരാം. ഓക്കെ, then little progress has been made. അപ്പോ ഇവിടെ നോട്ട് ഇല്ല, ഹാസിന്റെ കൂടെ നോട്ട് ഇല്ല. അപ്പോഴും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഓക്കെ ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും എന്ന് തോന്നും. പക്ഷെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു നോക്കാം. അവിടെ എന്താണ്? ഒരു ലിറ്റിൽ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ആ വേർഡ് ഉള്ളത് കൊണ്ട് ആ സെന്റൻസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും വരാം. അവിടെ എന്താണ്? ഓക്സിലറി ഉണ്ട് അല്ലെ, ഹാസ് ഉണ്ട്. സോ ഹാസ് അങ്ങനെ തന്നെ ടാഗിലേക്ക് കൊണ്ടുവരാം, ഹാസ്. പിന്നെ പ്രോഗ്രസ് ആണ്. പ്രോഗ്രസിന് പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയാ, ഏത് പ്രോണൗണാ യൂസ് ചെയ്യാം? അതൊരു തിങ്ക് ആണ്. ഒരു തിങ്ക് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല അല്ലെ. സോ അതൊരു ഇമാജിനേറ്റ് ഒരു വസ്തുവോ ഒരു എന്തോ ആണെന്ന് പറയാല്ലേ. ആബ്സ്ട്രാക്ട് നൗണിൽ പെടുന്ന കുറച്ച് എന്തോ ഒരു വേർഡാണ് പ്രോഗ്രസ് അല്ലെ. അപ്പോ നമുക്ക് യൂസ് ചെയ്യുന്ന പ്രോണൗൺ ഇറ്റ് ആണ് വരേണ്ടത്. അപ്പൊ ഹാസ് ഇറ്റ് എന്ന് വരും. ഓക്കെ, then a little progress had been made. ഇവിടെ എന്താണ്? അവിടെയും നോക്കിയപ്പോ എന്താണ്? had been, അത് പോസിറ്റീവ് സെന്റൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്തുകൊണ്ടാണ്? a little ആണ് കേട്ടോ. ലിറ്റിൽ മാത്രമല്ല, a little. അപ്പൊ a little, a few ഈ രണ്ട് വാക്കുകൾ സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് എന്താണ്? പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ വരേണ്ട ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതില് ഇപ്പൊ പറയുന്നതില് ഇതില് ഈ റൂള് മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഓക്കെ, ഇത്രയും വേർഡ്സ് വരുമ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രം. അത് ടെക്സ്റ്റ് വായിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, അഞ്ജന ഇപ്പൊ പറഞ്ഞത് ക്ലിയർ അല്ലേ?
മനസ്സിലായി മാം. ഇതുപോലെ തന്നെയാണ് നമ്മളെല്ലാം യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ടെൻസ് ഐഡന്റിഫൈ ചെയ്യണം. മീര സിങ്സ് വെൽ. മീര സിങ്സ് വെൽ എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് ടെൻസ് ഏതാണ്? പ്രസന്റ് ടെൻസ് ആണ്. സിങ്സ് യൂസ് ചെയ്തുകൊണ്ട് പ്രസന്റ് ടെൻസ് ആണ്. സിംഗുലർ സബ്ജക്റ്റിനെ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വേർബ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ തിങ്സ് യൂസ് ചെയ്തത്. അപ്പൊ ടാഗ് വരുമ്പോൾ എന്താണ്? ടാഗിൽ ഒരു ഓക്സിലറിയും ഒരു സബ്ജക്റ്റും വേണം. മീര എന്ന് പറയുന്നത് പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് അവിടെ പ്രോണൗൺ, അതായത് ആസ് എ സബ്ജക്ട് നമുക്ക് ഷീ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്സിലറി എന്തായിട്ട് വരണം? സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ട് അവിടെ സിങ്സ് യൂസ് ചെയ്തെങ്കിൽ ഓക്സിലറി ഏതായിരിക്കും? ഇപ്പോ ഡസ് ആണ് വരാം. അതുപോലെ തന്നെയാണ് മീരയ്ക്ക് പകരമായിട്ട് യു ആണെങ്കിൽ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡു ആണ്. ഡു യു എന്ന് വരും. അത്രയേ ഉള്ളൂ. ഇത്രയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും കേട്ടോ. ഡു, ഡസ്, ഡിഡ് ആണ് കുറച്ചുകൂടെ നോക്കേണ്ടത്. പിന്നെ ഓഫ്, യു, ലിറ്റിൽ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതും ശ്രദ്ധിക്കുക. പിന്നെ ഡിഡ് വരുന്നത് നമ്മൾ യൂസ് ചെയ്ത ടെൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിലാണ് ഡിഡ് വരാം കേട്ടോ. ഇപ്പോ ഡിഡ് പറയുമ്പോ she went, she sang well എന്നുള്ളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് മാം. she sang well. she sang well എന്ന് പറയുമ്പോൾ sang എന്ന് യൂസ് ചെയ്യുന്നത് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്, അവിടെ ഓക്സിലറീസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡു അല്ലെങ്കിൽ ഡസ് ഓർ ഡിഡ് ആണ്. അപ്പോ ഒന്നുകൂടെ നോക്കുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് എന്താണ് അത് ഡിഡ് ആണ് അവിടെ വരേണ്ടത്. അപ്പോ ഡിഡ്, ഷീ ആണ് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. ഓക്കെ. അപ്പോ ഇനിയുള്ളത് എന്താണ്? ഈ ടേബിൾ പഠിക്കുക. വരുന്ന ഓക്സിലറീസ് എങ്ങനെ നെഗറ്റീവ് ആകും എന്നുള്ളതാണ്. അതിൽ നോട്ട് ചെയ്യേണ്ടത് ഈ ആം മാത്രമാണ്. ആം നെഗറ്റീവ് ആവുന്നത് ആറിഞ്ച് വെച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ ആം നോട്ട് അല്ല. ആം നോട്ട് എന്നൊക്കെ ഓപ്ഷനിൽ കാണും കേട്ടോ. എക്സാമിന് ആം നോട്ട് എന്നൊക്കെ ഓപ്ഷനിൽ ഉണ്ടാകും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ആൻസർ എന്താണ്? ആറിന്റെ ആണ് വരാ. പഠിച്ചു വെക്കാതെ. ഓക്കെ. ഒരു ഡൗട്ട് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നില്ല. അതില് വാസ് വരുമ്പോ നമ്മള് നോട്ട് ചേർക്കുമ്പോ വരുമ്പോ വേറായി മാറും. മീൻസ് വാസ് എന്നുള്ളത് വാസിന്റെ വരും. ഓക്കെ. വേറാണെങ്കിൽ വേറിന്റെ. ഓക്കെ ആണോ? ഓക്കെ മാം. പിന്നെ ഒരു ഡൗട്ട്, ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതാണ്. ഇപ്പൊ നോക്കുമ്പോഴേ കാണണം. ഞാൻ നോക്കിയിട്ടില്ല, ക്ലാസ് കേട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ അത് കേൾക്കാൻ പോകുന്നുള്ളൂ. സംബഡി ഹാസ് ഗോൺ എന്ന് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ അവര് അതിന്റെ ആൻസർ ഹാവിൻഡ് ദേ എന്നാണ് വെച്ചിരിക്കുന്നത്. സംബഡി ഹാസ് ഗോൺ ടെക്സ്റ്റ് ബുക്കിലാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ലെസണിൽ 17ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടൊരു 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 26 ക്വസ്റ്റ്യൻസ് പോലെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ മെറ്റീരിയലിൽ, സ്റ്റഡി മെറ്റീരിയലിൽ. എക്സസൈസ് ആണോ? എക്സസൈസ് അല്ല. ഞാൻ ഫസ്റ്റ് ലെസണിലാണ് ഞാൻ കണ്ടത്. ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കുറെ കോൺവെർസേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ 1, 2, 3, 4, 26. ഇപ്പൊ എവിടെയാണ് ഇത് മിസ് നോക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാനപ്പോ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് അവിടെ ഫസ്റ്റ് ലെസൺ തേർഡ് യൂണിറ്റ് 3 അതില് ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 3ാമത്തെ പേജിലോ ഒക്കെ എടുക്കുന്നുണ്ട്. യൂണിറ്റ് 3 ദ വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ് അതില് ഒരു 3ാമത്തെ പേജിൽ ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മിസ് എവിടെയാ നോക്കണേന്ന് മനസ്സിലാവണില്ല. ഞാൻ ഇതിൽ നോക്കിയിട്ടാണ് മിസ് പറയുന്നത്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും മാം. PDF-ലെല്ലാം മിസ്റ്റേക്ക് അല്ലേ? somebody has gone അല്ലേ? somebody has gone ഒരു 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ? ഇതൊക്കെ ക്വസ്റ്റ്യൻ ടാഗ്സുകളല്ലേ? ഇത് മൊത്തം ക്വസ്റ്റ്യൻസ്. ഞാൻ ഇതാണ് നോക്കണേ, കാരണം എനിക്ക് ഏത് എടുക്കണേ പറയുന്നത് മനസ്സിലാവണില്ല. ഞാൻ ഇതാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ക്ലാസ് കേൾക്കുന്നത്. അപ്പൊ അതിന് സംബഡി ഹാസ് ഗോൺ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ട് അപ്പൊ നെഗറ്റീവായിട്ട് നമ്മൾ ആൻസർ എഴുതും. അപ്പൊ ഹാസ് ദേ എന്നുള്ള ഹാവിൻഡ് ദേ എന്ന് വരാൻ കാരണം ദേ നോക്കിയിട്ടാണോ വെക്കുന്നത്? ദേ നോക്കിയിട്ട് വെക്കുന്നത് കൊണ്ടാണോ അതോ ഹാസ് ഓർ ഹാവ് പ്ലസ് ബി എന്നുള്ള രീതി? ഓക്കെ. ഇത് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അതായത് മനസ്സിലാക്കേണ്ടത് സംബഡി എന്ന് പറയുന്ന ആ ഒരു വേർഡ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? അതാണ് പ്രശ്നം. അത് സിംഗുലർ ആണ്. സംബഡി ഒരാളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സിംഗുലർ ആണ്.
സിംഗുലർ ആണ് കേട്ടോ. somebody has gone എന്ന് പറഞ്ഞാൽ hasn't they ആണ്. hasn't they അല്ലല്ലോ. hasn't they വരില്ല. ദേ വരുമ്പോ പ്ലൂറൽ ആവുമ്പോ പിന്നെ ഇങ്ങനെ ദേ വരില്ലല്ലോ ദേ ma'am. വരുമ്പോ Plural ആണെങ്കിൽ ദേ വരില്ല. they വരില്ല കേട്ടോ. അത് മിസ്റ്റേക്ക് ആണ്. Nobody Nobody has ഞാൻ നോക്കിയിട്ട് പറയാമേ. അതിന്റെ താഴെ തന്നെ വേറൊരെണ്ണം ഇല്ലേ, എവറിബഡി ഓർ എവറിവൺ വാസ് പ്രസന്റ്. അത് മിസ്റ്റേക്ക് ആണ്. അതാ ഞങ്ങൾക്ക് അതാ ഡൗട്ടായി, വാസ് അങ്ങനെ കൺഫ്യൂഷൻ ആയി. ഞാൻ ഒന്നാമത് ക്ലാസ് കേട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം, കൺഫ്യൂഷൻ ആയി. എവരിബഡി എവരിവൺ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് കറക്റ്റ് ആണ്. വാസ് അല്ല അവിടെ വരാം, വേറാണ്. അത് നമ്മുടെ വേർ പ്രസന്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. വേർ പ്രസന്റ് എന്നാണ് ക്വസ്റ്റ്യനിന്റെ വരുന്നുണ്ടാവുക. വേറിന്റെ ദേ ആൻസറും. അതെ, അങ്ങനെ അവിടെ വാക്ക് വരുന്നല്ലോ, വേറല്ലേ, അവിടെ പ്ലൂരലല്ലേ. അതാ എഴുതിയ ഇത് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. കുറച്ച് മിസ്റ്റേക്സ് അതിലുണ്ട്, നോക്കണ്ട കേട്ടോ. അതെ, അതിലാണ് ഏറ്റവും ലാസ്റ്റത്തെ എനിക്ക് കൺഫ്യൂഷൻ ആയി. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞ മോഡലാണ് തോന്നുന്നു. ലാസ്റ്റത്തെ 26 അതിലെല്ലാതും തെറ്റാ മിസ്സേ. നോ വൺ വാസ് സെലക്ടഡ് എന്നുള്ളതിന് വെറുതെ എന്നാണ്. അതൊക്കെ തെറ്റാണ്, ആകെ തെറ്റാണ്. അതെ, ഞാനിപ്പോഴാണ് കാണുന്നത്. ഇത് ഞാൻ എടുത്ത പോർഷൻ അല്ലാട്ടോ ഇത്. എനിക്കറിയുന്നില്ല, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കാരണം എവിടെയാണ് പറയണേന്ന് മനസ്സിലാവണില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതില് ക്വസ്റ്റ്യൻ ടാഗ് കണ്ടു. അപ്പൊ ഞാൻ പറയുന്നത് ഇതും തമ്മിൽ കമ്പയർ ചെയ്തതാ. ഇപ്പൊ എടുക്കുന്ന ഭാഗം ഏത് ചാപ്റ്ററിലാണ് വരുന്നത്? മിസ് എടുത്ത ഭാഗം കഴിഞ്ഞ ദിവസം 17 നോക്കട്ടെ, പറഞ്ഞുതരാം. 14 ആണ് മിസ്. 14 ആണ് കേട്ടോ. അതാണ് ഞാൻ എടുത്ത ചാപ്റ്റർ. ഇത് കണ്ടേ ഇല്ല. നമ്മളിത് വെർബ് സിസ്റ്റം പറഞ്ഞു വിട്ടു, കാരണം അന്ന് ക്വസ്റ്റ്യൻ ടാഗ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ടാഗ് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇത് വേറെ എവിടെയൊക്കെ എടുക്കണമെന്ന് എനിക്ക് അറിയുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് പ്രശ്നം ഉണ്ടായത്. മിസ്റ്റേക്ക് ആണ്. ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാണ് കാണുന്നത്. ഇതിലെ ഹി പ്ലേസ് കൃത്യച്ച് കറക്റ്റ് ആണ്. ഡസൻ ഹി ആണ്. They jumped quickly, അത് കറക്റ്റ് ആണ്. The boys did not answer all the, അത് കറക്റ്റ് ആണ്. He spoke to Tommy, yeah, അതും കറക്റ്റ്. കുറച്ച് കറക്റ്റ് ഉണ്ട്, പിന്നെ കുറെ തെറ്റുണ്ട്, കുറച്ച് കറക്റ്റ് ഉണ്ട്. Then they will go home tomorrow, yeah, അത് Monday ആണ്, കറക്റ്റ് ആണ്. Go who can't, അത് കറക്റ്റ് ആണ്. He is writing a letter, അതും കറക്റ്റ് ആണ്. There wasn't enough water, yeah, was there, correct ആണ്. Neither of them want them to play, yeah, neither of them want them to go. Then nothing was taken, was it? I'm late, aren't I? Correct. Let's go, shall we? Nothing will happen, will it? It is hot, isn't it? It is not hot. Cold, is it? Nobody തുടങ്ങി mistakes ആണ് കേട്ടോ. Nobody, somebody, everyone. No one was selected. അത് തെറ്റാണ്. There isn't any. Is there? correct ആണ്. None of them are able. അത് correct ആണ്. None of them are able. Okay. Yeah. കുറച്ച് അവിടേക്ക് mistakes ഉണ്ട്. Okay. Then നമ്മുടെ ചാപ്റ്റർ ഉള്ളത് തന്നെയാണ്. പിന്നെ ഹാർഡ്ലി, സ്കേർലി, റോയഡ്ലി, സെൽഡം ഇതൊക്കെ എന്താണ്, നെഗറ്റീവ് ആണ്. സോ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ആണ്. ഇംപെറേറ്റീവ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. വില്യു വരുന്നത്, വില്യു ആണ് വരാ. വോണ്ട് യു കണ്ടോ, ഇതൊക്കെ അത് സെയിം തന്നെയാണ്. Then can വെച്ചിട്ടുള്ളത്, come to the class in time. Can you use your time usefully? Can you give me a cup of tea? Can you, അതായത് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെയാണ്. ആരെങ്കിലും come to the class in time, അത് പക്ഷേ നമ്മുടെ മിസ്സേ
ഇതില് നമുക്ക് ഡോണ്ട് ബി ലേറ്റ് ഫോർ ദ ക്ലാസ് എന്ന് പറയുമ്പോ വില്യു ആണ് അവിടെ കൊടുത്തിക്കണത്. ഇത് നമ്മളിപ്പോ അപ്പുറത്ത് പഠിച്ചത് നോക്കി നോക്കുമ്പോ അവിടെ വോണ്ടിയാണ് വേണ്ടത്. ശരിയാ. ഓക്കെ, ഇപ്പൊ ഇത് വേണ്ടായിരുന്നു. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയി പിങ്കി. ഇത് നിങ്ങൾ എനിക്ക് ഏതാ പേജ് എന്നറിയാത്ത കാരണം ഉണ്ടായ കൺഫ്യൂഷനാ. കഴിഞ്ഞ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നില്ല. അപ്പൊ ഇത് എവിടെ പറയണേന്ന് മനസ്സിലാവാത്ത ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചതാ. ഇത് നോക്കണ്ട, മിസ് എടുത്തത് നോക്കിയാൽ മതി. നോക്കണ്ട, കൺഫ്യൂഷൻ കൂടെ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യും, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും, ക്ലിയർ ആവും കേട്ടോ. മോക്ക് ടെസ്റ്റിൽ വരുന്ന പോലെ വരുള്ളൂ, പേടിക്കണ്ട. മാം നോട്ട് സെൻഡ് ചെയ്ത് തരും മാം. എന്തോ മാമിന്റെ നോട്ട്സ് എല്ലാം സെൻഡ് ചെയ്ത് തരും മാം. മുമ്പേ ചോദിച്ചതായിരുന്നല്ലോ. നോട്ട്സോ ഏത് നോട്ടായിരുന്നു? നോട്ടല്ല മാം, VP അല്ലേ, അതൊന്ന് അയച്ചു തരാമോ? എന്റെ കോഴ്സ് കഴിഞ്ഞില്ലേ, ഞങ്ങൾ പ്രിന്റ് എടുത്തിട്ട് പഠിക്കാം. ക്ലിയർ ആവുന്നില്ലല്ലോ മാമിന്റെ ഈ ക്വസ്റ്റ്യൻ പ്രിപ്പോസിഷൻ അങ്ങനെ എല്ലാ ടോപ്പിക്സിന്റെ മാമിന്റെ കയ്യിലുള്ള PDF ഒന്ന് ഇട്ടാൽ പ്രിന്റ് എടുത്തിട്ട് ഇതന്നെ ഫോളോ ചെയ്ത് പഠിക്കാന്ന് വിചാരിക്കുന്നു. അത് പ്രിന്റ് എടുത്തിട്ട് എല്ലാ മിസ്റ്റേക്കും ബൾക്ക് ആയിട്ടുണ്ട്, അത് കണ്ടാൽ പഠിക്കാൻ പറ്റുന്നില്ല. ഒത്തിരി വൈഡ് ആയിട്ടുണ്ടല്ലോ മാമിന്റെ ഷോർട്ട് നോട്ട്സ് അല്ലേ. ഞാൻ നോട്ട് കാണിച്ചിരുന്നു ക്വസ്റ്റ്യൻ ടാഗിന്റെ. നോട്ടല്ല മാം, ഈ PDF ഇല്ലേ ഇപ്പൊ കാണിച്ചു തരുന്നത് അയച്ചു തരുമോ? ഇതുപോലത്തെ കുറെ ഇംഗ്ലീഷിലെ എല്ലാ ടോപ്പിക്സും ഉണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങളുടെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത് ഞാൻ ടെക്സ്റ്റ് അല്ലേ, അതാണോ? ഈ ടെക്സ്റ്റ്. അതെ അതെ, ഇതാ ചോദിച്ചത്. ടെക്സ്റ്റ് കഴിയില്ലേ ഇപ്പോ? മാം ടെക്സ്റ്റിലുള്ളതല്ലല്ലോ, മാമിന്റെ നോട്ട് നോക്കിയല്ലേ നമുക്ക് പറഞ്ഞിരുന്നത്, അതാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. മാം നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുമോ എന്നാ ചോദിക്കുന്നത്. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, എന്റെ കയ്യിൽ നിന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയുന്നത് മാം സ്ക്രീനിൽ ഷെയർ ചെയ്ത ഈ നോട്ട്സ് ഈ PDF എങ്ങനെ ഇതിലൊരു ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആണേ. അതെയോ, ഞാൻ വിചാരിച്ചു മാം ടെക്സ്റ്റ് ആണ് കേട്ടോ. ടെക്സ്റ്റ് തുറക്കാറില്ല. മാം ഞാൻ ആക്ച്വലി ചോദിച്ചത് ഈ ഇംഗ്ലീഷിലെ 16 ടോപ്പിക്സ് ഉണ്ടാവല്ലോ, അതിന്റെ എല്ലാ നോട്ട്സ് മാമിന്റെ കയ്യിൽ ഷോർട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് ഒരുമിച്ച് ഇട്ടാന്ന് പ്രിന്റ് എടുത്ത് പഠിക്കാം അങ്ങനെ വിചാരിച്ചു. അങ്ങനെ എല്ലാ നോട്ട്സും കയ്യിലില്ലല്ലോ. ഞാൻ ഓക്കെ, നിങ്ങൾക്ക് നോട്ട്സ് ഏതെങ്കിലും വേണമെങ്കിൽ പറയും, ഞാൻ ചെയ്തുതരാം. വേണോ? മിസ്, ആ വെർബ് സിസ്റ്റം ഒക്കെ ഇല്ല മാം, അത് കൺഫ്യൂസിങ് ആണ്. വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ്, ടെൻസ് ഓഫ് വെർബ്, അതിന്റെ അത് മിസ് നോട്ട് തരാവോ? വെർബ് സിസ്റ്റം അതാണ് ഇപ്പൊ ഞാൻ നോക്കിയത്. വെർബ് സിസ്റ്റത്തിൽ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, നോക്കണ്ടെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് ചാപ്റ്ററേ ഉണ്ട്, നോക്കണ്ട. പിന്നെയുള്ളത് വെർബ് സിസ്റ്റം കുറച്ചുകൂടി ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ഇതിലാണ് നമ്മുടെ ഓക്സിലറീസ് ഉള്ളത്. ഓക്കെ, പിന്നെ ഇതിലുള്ളത് അഡ്ജക്റ്റീവ് ഫ്രേസോ അഡ്ജക്റ്റീവ് ക്ലോസ് അങ്ങനത്തെ അത്, പിന്നെ നൗൺ ഫ്രേസ്, അത് കൺഫ്യൂഷൻ ആവും മാം. അതൊക്കെ നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് അഡ്വർബ് ക്ലോസ് സിമ്പിൾ ആണ്, പക്ഷെ അഡ്ജക്റ്റീവ് നൗൺ നിങ്ങൾക്ക് പറയുമ്പോഴും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, അത് മിക്ക ക്ലാസ്സിലും കൺഫ്യൂസിങ് ആയ ഒരു ടോപ്പിക് അതാണ്. അതെങ്ങനെയൊക്കെ ഞാൻ തിരിച്ചും മറിച്ചും പറഞ്ഞു കൊടുത്താലും അത് എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്, ക്ലിയർ ആവുന്നില്ല അത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ക്ലാസ് എടുക്കാനുള്ളത്. കയ്യിൽ നിന്ന് പോകരുത്, പിന്നെ കിട്ടിയത് കൂടെ ഉള്ളത് കൂടെ പോകരുത്. ഓക്കെ, മൊത്തത്തിലൊരു പുകയായിട്ടിരിക്കാം മിസ്. എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം. നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമുക്ക് ഫസ്റ്റിനെ തുടങ്ങാം. ഫസ്റ്റത്തേക്ക് പറയണോ? നൗൺ. ഇനി മിസ് വേറെ നോട്ടൊക്കെ തന്നു ഇനിയും കൺഫ്യൂഷൻ ആകുള്ളൂ. ഇപ്പൊ പോണ പോലെ പോയാൽ മതി. പക്ഷെ എനിക്ക് എക്സാമിന് വരാൻ സാധ്യത ഉള്ള അങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവൂലേ, മിസ് എക്സാമിന് ഇടുന്നത് വേണ്ട, മോഡൽ ക്വസ്റ്റ്യൻസും വിത്ത് ആൻസർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ തന്നാ മതി. നമുക്ക് അങ്ങനെയൊക്കെ തരാം. നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവാം. നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക. ആദ്യം എല്ലാം പറഞ്ഞേക്കും, ഒന്നും നമ്മുടെ മൈൻഡിലോ ഒരു സമയമില്ല, എന്നാലും പറയാം.
ഒന്ന് നമ്മുടെ മൈൻഡിൽ വേണ്ട, ഒന്നിനെ കുറിച്ച് ടെൻഷൻ വേണ്ട, ജസ്റ്റ് റിലാക്സ് ആയിട്ട് കാം ആൻഡ് കൂൾ ആയിട്ട് ഇരിക്കാം. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ ചിന്തിക്കാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നൗണിൽ തുടങ്ങാണേ. നൗൺ എന്താണ്? ജസ്റ്റ് ഒരു പേരാണ്, ആരുടെയെങ്കിലും പേരാകാം, അതിനെയാണ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, കേട്ടിരിക്കാം. അതിൽ തന്നെ കുറച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ. ഇതില് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു പെർട്ടിക്കുലർ നെയിം എല്ലാത്തിനും ഉണ്ട്. ഒരു വസ്തു നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വസ്തുവിന് ഒരു പേരുണ്ട്. എല്ലാത്തിനും ഒരു പേരുണ്ട്. നമുക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒരു പേരുണ്ട് അല്ലെ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്സ് ആണെങ്കിൽ കണ്ടോ, ഒരു ബുക്ക് എന്നൊരു പേരെങ്കിലും ഉണ്ട് അതിന്. ഫോൺ, അതിന് പേരുണ്ട്. മനസ്സിലായോ? എല്ലാത്തിനും ഒരു പേരുണ്ട്. അതുപോലെ അത് മാത്രമല്ല, ഒരു പെർട്ടിക്കുലർ നെയിം കൂടെ ഉണ്ട്. ഫോൺ ആണെങ്കിലും ഫോണിന് കമ്പനി നെയിം ഉണ്ട് അല്ലെ. സാംസങ്, ഐഫോൺ എന്നൊക്കെ പറയുന്ന നെയിംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. സ്ഥലങ്ങൾക്കാണെങ്കിലും അതിൻ്റെതായ ഒരു പെർട്ടിക്കുലർ നെയിം എല്ലാത്തിലും ഉണ്ട്. അതിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോമൺ നൗൺ. പ്രോപ്പർ നൗണിന് എല്ലാത്തിനും പേരുണ്ടെങ്കിൽ പൊതുവെ അറിയാലോ, കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പേരുകളുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് അറിയാലോ. വുമൺ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ്, ഗേൾസ് കോമൺ ആയിട്ട് വിളിക്കുന്നതാണ്, ഫോൺ ഞാൻ ഇപ്പൊ പറഞ്ഞ ഫോൺ കോമൺ നെയിം ആണ്, ടി വി കോമൺ നെയിം ആണ്. അതിനേക്കാൾ പ്രോപ്പർ നൗൺ എന്താണെന്നൊക്കെ അറിയാം അല്ലെ. എല്ലാത്തിനും ഒരു പർട്ടിക്കുലർ നെയിം ഉണ്ട്. അതാണ് പ്രോപ്പർ നൗൺ. കോമൺലി നമ്മൾ വിളിക്കുന്ന പേര് കോമൺ നൗൺ ആണ്. ഓക്കെ, ഇനി ആബ്സ്ട്രാക്ട് നൗൺ. നമ്മുടെ 5 സെൻസ് കൊണ്ട് നമ്മുടെ 5 സെൻസ് കൊണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വാക്കുകളും ആബ്സ്ട്രാക്ട് നൗൺ ആണ്. ഓക്കെ, നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഫീൽ ചെയ്യാനും പറ്റുന്ന വാക്കുകളായിരിക്കും. അതെല്ലാം നമ്മൾ ആബ്സ്ട്രാക്ട് നൗൺ എന്നാ പറയാം. ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവാച്ച ആബ്സ്ട്രാക്ട് നൗൺ. ഈഗോ, ഹാപ്പി, ഇതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അറിയാം ഒരു വാക്ക് ഉണ്ടെന്ന് അറിയാം, പക്ഷെ അത് നമുക്കത് അറിയില്ല, കാണാൻ പറ്റുന്നില്ല. ഹാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ വരുന്ന എന്താണ്? സന്തോഷമാണ്, അത് ഫീലിങ്സ് ആണ് വരുന്നത്. സോ അതാണ് ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ ഒരു കൂട്ടം എന്തും ആവാം. ഒരു അനിമൽ ആകാം, ഒരു ഹ്യൂമൻ ബീയിങ് ആകാം, അല്ലെങ്കിൽ ഒരു വസ്തു ആകാം. എന്തിനെങ്കിലും ഒരു കൂട്ടത്തെ പറയുന്ന ഒരു പേരിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിക്കേണ്ട ഒന്നാണ്. അത് ഞാൻ എത്രയ്ക്കാണ് നമ്മൾ മനസ്സിലാക്കി പഠിക്കാനും കിട്ടില്ല, അത് പഠിക്കണം. ഓക്കെ, അത് പഠിക്കേണ്ടതാണ്. സോ പഠിച്ചു വെക്കുക. കളക്റ്റീവ് നൗൺ, കുറെ കളക്റ്റീവ് നൗൺസ് അവൈലബിൾ ആണ്. അതൊക്കെ പഠിച്ചു വെക്കുക. കുറച്ചൊക്കെ നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ട്, അതെല്ലാം നോക്കി വെക്കുക. അതിനെ ബേസ് ചെയ്തൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. എന്നാലും കുറെയൊക്കെ പഠിക്കാം. അത്രയാണ് ക്ലാസിഫൈ ചെയ്ത്. ഇനി കൗണ്ടബിൾ, അൺകൗണ്ടബിൾ അറിയാവുന്നതാണ്. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തും കൗണ്ടബിൾ ആണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തും അൺകൗണ്ടബിൾ ആണ്. അതിൽ കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്നത് നമ്മുടെ മണി എന്ന് പറയുന്നത് നമ്മൾ ഓർക്കും, ഇറ്റ്സ് കൗണ്ടബിൾ, നമുക്ക് എണ്ണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, എത്ര രൂപ ഉണ്ടെന്ന് എണ്ണാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ തെറ്റാണ്. മണി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗണിൽ പെടുന്ന ഒന്നാണ്. അപ്പൊ ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയ കുറച്ച് അൺകൗണ്ടബിൾ നൗൺസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ പിന്നെ ഇതിൽ പറയുന്നത് കൗണ്ടബിൾ, അൺകൗണ്ടബിൾ നൗണിനെ കുറച്ച് വേർഡ്സ് അതിനെ മുന്നിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാല് അതെന്താണ്? കൗണ്ടബിൾ നൗൺ ആയിട്ട് വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോ ഏതൊക്കെയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്യൂ അല്ലെ, സ്ട്രീം, ഇതൊക്കെ പീസ് ഓഫ്, ഇതെല്ലാം ചേർക്കുമ്പോ എന്താണ്? അത് കൗണ്ടബിൾ ആയിട്ട് മാറും. അൺകൗണ്ടബിൾ നൗൺ കൗണ്ടബിൾ ആയിട്ട് മാറും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം, അല്ലാണ്ട് ഒന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, ദെൻ പിന്നെ എന്താണ്? കുറെ അൺകൗണ്ടബിൾ നൗൺസ് നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതും നോക്കാം. പിന്നെ ഉള്ളത് പ്ലൂറൽ നൗൺസ്. എങ്ങനെയാണ് പ്ലൂറൽ നൗൺസ് വരിക? അതൊക്കെ ഞാൻ പറഞ്ഞത്, അതിന്റെ നോട്ടൊക്കെ ഞാൻ തന്നിട്ടുണ്ട് അല്ലെ. നൗൺ എങ്ങനെയാ പ്ലൂറലൈസ് ചെയ്യാ? ബോയ് എന്നാണെങ്കിൽ ബോയ്സ് ആണ്, ബുക്ക് ബുക്സ് ആണ് അല്ലെ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അതൊക്കെ അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ഒക്കെ നോക്കി വെക്കുക. പക്ഷെ അത് എക്സാമിന് വരുന്ന സംശയമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, അതൊക്കെ സിമ്പിൾ അല്ലേ, ചാൻസ് കുറവാ. വരുന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ദെൻ പിന്നെ കൗണ്ടബിൾ നൗണിന് അൺകൗണ്ടബിൾ നൗണിന് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അൺകൗണ്ടബിൾ നൗൺസിൽ പെടുന്നത് എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ സബ്ജക്ട് ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, അതൊക്കെ അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അപ്പൊ അതൊക്കെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഈ ചാപ്റ്റർ അവിടെ സിംഗുലർ നൗൺസ് അത് പറഞ്ഞു. പിന്നെ ജെൻഡേഴ്സ് ഒന്നും വരാനേ ചാൻസ് ഇല്ല. ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ചാൻസ് കുറവാണ്.
കാരണം ഒരു ചാപ്റ്ററിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ ഒന്നും വരില്ലല്ലോ, 1-2 ക്വസ്റ്റ്യൻ വരുള്ളൂ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുള്ളൂ. ഇതിൽ ഒരെണ്ണം ഞാൻ പറയുന്നത് കളക്ട് ചെയ്യാൻ വരും. നൗൺസിൽ പ്രോപ്പർ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, ആ കാറ്റഗറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു നൗൺ എന്തായാലും വരും. പിന്നെ കൗണ്ടബിളോ അൺകൗണ്ടബിളോ അത് ഒരെണ്ണം വരും. ഇത്രയ്ക്ക് വരാൻ ചാൻസ് ഇതുള്ളൂ കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ പ്രൊനൗൺസ് ആണ്. പ്രൊനൗണില് പേഴ്സണൽ പ്രൊനൗൺ, പേഴ്സണൽ പ്രൊനൗൺ നമുക്ക് എന്താണെന്ന് അറിയാം. ആ സബ്ജക്ട് വൈസ് ആയിട്ട് വരുന്ന എല്ലാം പേഴ്സണൽ പ്രൊനൗൺസ് ആണ്. ഐ-യു-വി-ദേ നമ്മൾ പഠിച്ച എല്ലാ സബ്ജക്ട്, ഐ-യു-വി-ദേ, ഹി, ഷീറ്റ്, അത് സബ്ജക്ട് പ്രൊനൗൺസ് ആണ്. ഇനി ഒബ്ജക്റ്റീവ് വരുന്നത് മീ, മീ, ഹിം, ഹർ, ഇതൊക്കെ വരുന്നത് ദം, ഇതൊക്കെ വരുന്നത് ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് ആണ്. ഈ പോസിറ്റീവ് എന്താണ്? മൈ, ഹിസ്, എന്റെ, നിന്റെ, അവന്റെ എന്നൊക്കെ പറയുന്നതാണ് പോസസീവ് പ്രൊനൗൺസ്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്? പേഴ്സണൽ പ്രൊനൗണിൽ പെടുന്നതാണ്. പിന്നെ എംഫാറ്റിക് പ്രൊനൗൺ എന്താണ്? എംഫാറ്റിക് പ്രൊനൗൺ എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ, അത് മൈസെൽഫ്, ഹിംസെൽഫ്, അവർ സെൽഫ്, ഇതൊക്കെ വരുന്നത് എംഫാറ്റിക് പ്രൊനൗണിലാണ്. അതിന് എക്സാം നമ്മൾ കുറച്ച് മനസ്സിലാവും. എന്താ പറഞ്ഞേ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആ മിസ്സേ, കുക്കിംഗ് കുക്കിംഗ് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതല്ലായിരുന്നോ? ഞാൻ ഒറ്റക്ക് ഞാൻ കുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഊന്നി പറയല്ലേ? ഞാൻ ചെയ്തതിന് ഊന്നി പറയല്ലേ? സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരട്ടെ. എംഫാറ്റിക് പ്രോണൗൺ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നറിയോ? നൗണിനോ പ്രോണൗണിനോ ശേഷമായിരിക്കും ഈ മൈസെൽഫ്, ഹിംസെൽഫ് ഒക്കെ വരാം. ഓക്കെ, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ. എംഫാറ്റിക് പ്രോണൗൺ ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ വേ ഇതാണ്. നൗണിനോ പ്രോണൗണിന് ശേഷമോ ആയിരിക്കും ഈ പറയുന്ന കീവേഡ്സ് എല്ലാം വരാം. മൈസെൽഫ്, അവർ സെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹർ സെൽഫ്, ഹിറ്റ്സെൽഫ്, ദംസെൽഫ് ഒക്കെ വരുന്നത് നൗണിനും പ്രോണൗണിന് ശേഷം ആയിരിക്കും. അപ്പൊ നൗണിനും പ്രോണൗണിന് ശേഷം അങ്ങനെ വന്നാല് ആ പ്രോണൗൺ എന്താണത്? എംഫാറ്റിക് പ്രോണൗൺ ആണെന്ന് മനസ്സിലാക്കാം. ഐ റിപ്പയർഡ് ദ ബൈക്ക് മൈസെൽഫ്. ബൈക്ക് എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. ആ നൗണിന് ശേഷമാണ് മൈസെൽഫ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ ഐ മൈസെൽഫ് റിപ്പയർഡ് ദ ബൈക്ക്. ഇവിടെ ഐ എന്ന് പറയുന്ന പ്രോണൗണിന് ശേഷമാണ് മൈസെൽഫ് വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് എംഫാറ്റിക് പ്രോണൗൺ. ക്ലിയർ? ഇനിയിപ്പോ നൗണിനും പ്രോണൗണിന് ശേഷം വരാത്ത, അങ്ങനെ വന്നിട്ടില്ല എന്ന് വിചാരിക്കും, കീവേഡ് വന്നിട്ടില്ലെങ്കിൽ അത് എന്താണ്? റിഫ്ലെക്സീവ് പ്രോണൗൺ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം. ഈ എംഫാറ്റിക്കില് ഹി ഡ്രോവ് ദ കാർ ഹിംസെൽഫ് എന്ന് പറയുന്നത് കാർ എന്ന് പറയുന്ന നൗൺ ആണ്. അപ്പൊ അത് മിസ്റ്റേക്ക് ആണ്. അതിൽ വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് എക്സാമ്പിൾ ആണ്, വിട്ടേക്കാം. അതർവൈസ് ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി. ദ ചിൽഡ്രൻ വാഷ്ഡ് ദംസെൽവ്സ്. ഈ ദംസെൽവ്സിന് മുന്നേ വന്നിരിക്കുന്നത് നൗണോ പ്രോണൗണോ ആണോ? ഒരു വെർബാണ് അല്ലേ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് എംഫാറ്റിക് പ്രോണൗൺ ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഈ ഈ റിഫ്ലെക്സീവ് പ്രോനൗണിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എംഫാറ്റിക് പ്രോനൗൺ ആണോ മാം? അതെ അതെ. ഹി ഡ്രോ ദ കാർ ഹിംസെൽഫ്, അത് എംഫാറ്റിക്കിൽ വരുന്ന. ക്ലിയർ ആയില്ലേ? അപ്പൊ എഴുതി വെക്കൂ, എന്തെങ്കിലും ഡൗട്ട് എഴുതി വെക്കൂ. എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത് നൗണിന് ശേഷവും പ്രോനൗണിന് ശേഷവും ഈ കീവേഡ്സ് വരുന്നുണ്ടെങ്കിലാണ് അത് എംഫാറ്റിക് പ്രോനൗൺ. ഓക്കെ, ഇനിയിപ്പോ വെർബിനൊക്കെ ശേഷമാണ് ഇങ്ങനത്തെ കീവേഡ്സ് വന്നെങ്കിൽ അത് റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നോക്കി വെക്കാം. കാരണം ഇപ്പൊ നിങ്ങൾക്ക് വെർബ് എന്താണെന്നും നൗണും പ്രോനൗൺ എന്താണെന്നും നിങ്ങൾക്കറിയാം. അപ്പോ ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിൾ ആണ്. ക്ലിയർ? ഞാൻ അന്ന് പറഞ്ഞിരുന്നു, അപ്പൊ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻഡിഫിനൈറ്റ് പ്രോനൗൺ അറിയാലോ. ആ കീവേഡ് വരുന്ന എല്ലാം ഇൻഡിഫിനൈറ്റ് പ്രോനൗൺ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ അതുപോലെ തന്നെയാണ്. ആ കീവേഡ്സ് വരുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ ആണ്. ഡെമോൺസ്ട്രേറ്റീവും അതുപോലെ തന്നെ ആ കീവേഡ് വരുന്നത് ഡെമോൺസ്ട്രേറ്റീവ് ആണ്. ഇന്റർഗേറ്റീവ് അങ്ങനെ തന്നെയാണ്. WH ക്വസ്റ്റ്യൻ വെർബ്സ് ഇന്റർഗേറ്റീവ് ആണ്. അതിൽ മെയിൻ ആയിട്ട് ഹൂ, ഹൂസ്, ഹൂം, വാട്ട്, വിച്ച് വരുന്നത് ഇന്റർഗേറ്റീവ് പ്രോനൗൺ ആണ്. റിലേറ്റീവ് പ്രോനൗൺ ഞാൻ പറഞ്ഞു. തിങ്സ് ഒക്കെ ആണെങ്കിൽ വിച്ച് ഓർ ദാറ്റ് യൂസ് ചെയ്യും. ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ഹൂ ഒക്കെയാണ് യൂസ് ചെയ്യുക അല്ലെ? ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. റെസിപ്രോക്കല് ഈച്ച്, അതും ആ കീവേഡ് വെച്ചിട്ട് പഠിക്കാം. അങ്ങനെ വരുന്നത് റെസിപ്രോക്കൽ പ്രോനൗൺ ആണ്. ഇതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയത് റിലേറ്റീവ് പ്രോനൗൺ ആണ് കേട്ടോ. റിലേറ്റീവ് പ്രോനൗണിൽ നിന്നായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ബാക്കി എല്ലാവരും നമുക്ക് കീവേഡ്സ് വെച്ച് പഠിക്കാം. റിലേറ്റീവ് പ്രോനൗൺ കുറച്ച് നമ്മൾ സെൻസ് യൂസ് ചെയ്തിട്ട് നമ്മളത് ഫില്ല് ചെയ്യേണ്ടി വരും. അതായിരിക്കും ഇതിൽ ഇമ്പോർട്ടന്റ്. ഓക്കെ, ക്ലിയർ? അപ്പോ യൂണിറ്റ് 2 അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ?
വെറുതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്താ പറയാ നമ്മളിങ്ങനെ ഒരാളെ എന്നൊക്കെ വെച്ച് പറഞ്ഞല്ലേ ഊസ് അതല്ലേ ഊസ് എന്നൊക്കെ പറയുമ്പോ അതല്ലേ റിലേറ്റീവ് പ്രൊനൗണ്? അതെ. അല്ലെങ്കിൽ വെന്ന് വെച്ചിട്ടൊക്കെ പറയുന്നത് വെന്ന് വരാൻ ചാൻസ് ഇല്ല കേട്ടോ. റിലേറ്റീവ് പ്രൊനൗൺ കൂടുതൽ വരുന്നത് ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ് ഇതൊക്കെ ആയിരിക്കും വരാം. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെയോ ഒരു തിങ്കിനെയോ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തായിരിക്കും റിലേറ്റീവ് പ്രൊനൗൺ വരാം. അതായത് എവിടെ എപ്പോൾ എന്നൊന്നും വരില്ല. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഡാഷ് ഇട്ട പോർഷൻ ഒഴിച്ച് ബാക്കി വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും അതിൽ. മനസ്സിലായോ? അതായത് ദ ഗേൾ ഡാഷ്, ഇവിടെ ഹൂ ഇല്ലാന്ന് വിചാരിക്കും കേട്ടോ. ദ ഗേൾ ഡാഷ് ഹെൽപ്ഡ് മീ ഈസ് യുവർ സിസ്റ്റർ. അപ്പൊ നമുക്ക് ആ സെന്റൻസിൽ നമുക്ക് മനസ്സിലായി. സെന്റൻസിന്റെ മീനിങ് നമ്മൾ നോക്കുകയാണ്. ദ ഗേൾ ഹെൽപ്ഡ് മീ ഈസ് യുവർ സിസ്റ്റർ. ആ ഒരു കുട്ടി എന്നെ സഹായിച്ചത് അത് അവളുടെ സിസ്റ്റർ ആണ് എന്നല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു സെന്റൻസിൽ നമുക്ക് എന്ത് ചോദിക്കാൻ പറ്റും? ആരാണെന്ന് ചോദിക്കാൻ പറ്റില്ലേ? പറ്റോ? സഹായിച്ചത് ആരാണെന്ന് ചോദിക്കാൻ പറ്റോ? പറ്റില്ലേ? അപ്പൊ ആരാണെന്ന് ചോദിക്കുമ്പോ ആ ആരാണെന്ന് എന്താണ്? പൂവല്ലേ വരാ അല്ലെ? അങ്ങനെ ഒരു ചിന്തിച്ചു നോക്കൂ. കിട്ടിയാലോ അങ്ങനെ അല്ലെ? എക്സാമിന് കൂടുതൽ ചാൻസ് റിലേറ്റീവ് പ്രോനൗൺ എന്നാണ്. ഈ ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് റിലേറ്റീവ് പ്രോനൗൺ ആണ് അല്ലെ? The students we admitted last week are brilliant ones. ഇത് എന്താണ്? കഴിഞ്ഞ ആഴ്ച അഡ്മിറ്റ് ചെയ്ത എന്തോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ച ആരെയാണ് ഇത് ചോദിക്കാൻ പറ്റുന്നില്ലേ? ചോദിക്കാൻ പറ്റുന്നുണ്ടോ? ആരെ എന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഹൂം അല്ലേ വരാ? ആരെ? ഹൂം. This is the woman dash husband was arrested yesterday. അപ്പൊ നമ്മൾ എന്താ ചോദിക്കുക? ഒരു വുമണിനെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ആരുടെ അല്ലെ? ആരുടെ ഹസ്ബൻഡിനെ ചോദിക്കാൻ പറ്റുന്നില്ല. ആരുടെ? അങ്ങനെ നിങ്ങൾ പഠിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ക്ലിയർ ആണോ? ക്ലിയർ. ആശ്വാസം, ഒരു ചാപ്റ്റർ അങ്ങനെ ക്ലിയർ ആയിരുന്നല്ലേ അല്ലെ? ഓർമ്മയുണ്ട്, പഠിച്ചതൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ എല്ലാ ചാപ്റ്ററും ഒന്ന് റിവിഷൻ ചെയ്ത് പോകണം, എല്ലാം മറന്നുപോയി. മനസ്സിലാവുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വെർബ് സിസ്റ്റം തുടങ്ങിയ വഴിയെ നോക്കാം. ഓക്കെ, ഇന്നിപ്പോ ടൈമില്ലല്ലോ. ഇന്ന് ക്ലാസ്സിൽ വന്നപ്പോ നിങ്ങൾ ആരെങ്കിലും പ്രയറിന്റെ കാര്യം പറഞ്ഞോ? ക്ലാസ്സിൽ പ്രയർ എന്ന് ചൊല്ലിയോ ആരെങ്കിലും? ഞങ്ങള് മിസ്സിനെ കണ്ട പന്ത്രണ്ട് പിന്നെ പ്രയർ ചെല്ലാൻ മാറുന്നു. പിന്നെ അങ്ങനെ ക്ലാസ് തുടങ്ങി. എന്നെ കണ്ട ഷോക്കില് പ്രയർ സോട്ടോക്സിലെ സൈനിങ് ഒക്കെ പോയി. മിസ്സേ ആതിര മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും എന്നാ പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മിസ്സിനെ കണ്ടപ്പോ അയ്യോ ഇംഗ്ലീഷിന് ടെക്സ്റ്റ് എടുക്കാൻ പോയി, അങ്ങനെയൊക്കെ വന്നതാ. അപ്പൊ ഇംഗ്ലീഷ് പേടിയാണോ? ഇതാണോ? മറ്റേ പറഞ്ഞിരുന്നോണ്ട് അതാ എടുത്തു വെച്ചത്. അതാ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, 2 ഭാഗം ഞങ്ങളോട് നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേഗം ചാപ്റ്റർ കഴിച്ച് അടുത്ത ചാപ്റ്ററും കൂടി ഇന്ന് 1:15 വരെ ഒക്കെ എടുക്കും മിസ് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുക. ഞാനൊക്കെ 11:15 നമുക്ക് എന്റെ പണിയൊക്കെ കഴിഞ്ഞ് വേഗം മിസ് പറഞ്ഞ ഭാഗമൊക്കെ നോക്കി വെച്ച് സെറ്റ് ആയിട്ട് ഇരിക്കുക. അപ്പൊ പെട്ടെന്ന് മിസ്സിനെ കണ്ടപ്പോ വെറുതെ ഞാൻ വേഗം പണിയൊക്കെ കഴിച്ച് ആ ഭാഗം നോക്കി വെച്ചു. അങ്ങനെ തോന്നിപ്പോയി. അപ്പൊ അതൊക്കെ പ്രയറിന്റെ കാര്യം മറന്നു. ഞാനും മാർച്ച് പോയില്ലേ. എന്നാലും ഇംഗ്ലീഷ് പോർഷൻ തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് സന്തോഷായി. റിവിഷനും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന് സന്തോഷമായി. ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അല്ല, എനിക്ക് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല മാം. ഇല്ല, ഞാൻ പഠിപ്പിച്ചു തരാം, നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് ഇതൊക്കെ സിമ്പിൾ ആക്കി ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞിട്ട് ഞാൻ പോകും. അതിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കും കേട്ടോ. മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്.
വിഷയങ്ങളിലൊക്കെ ഒരു 90ന്റെ മേലെ മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ ഞാനിലേക്ക് ഒന്ന് ജയിച്ച് കിട്ടിയാൽ മതിയെന്നിരുന്നു. ഇപ്പൊക്കെ കോൺഫിഡന്റ് ഉണ്ട്. മാർക്ക് വാങ്ങണ്ടേ? ഞാൻ അറിയും നിങ്ങളുടെ മാർക്ക് എനിക്ക് എന്തോ ഒരു വിഷമം ഉണ്ടാവും. അതെ, അതല്ല ഇപ്പൊ കോൺഫിഡൻസ് ലെവൽ ഉയർന്നു എന്നാ പറയണത്. ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷിലും വേയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട് മിസ്സേ. കാരണം എനിക്ക് തുടക്കത്തിൽ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട്, മോക്ക് ടെസ്റ്റ് ഒക്കെ സിമ്പിൾ ആണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, എന്തായാലും ജയിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കട്ടെ. ഓക്കെ, അപ്ലോഡ് ചെയ്യില്ല, ഞാൻ പറയുള്ളൂ, എഴുതിയെടുക്കേണ്ടി വരും. ഓക്കെ ഓക്കെ യാ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിവിഷൻ ഒക്കെ ചെയ്യാം. ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു തരാം. മാക്സിമം എല്ലാവരും സ്കോർ ചെയ്യാൻ നോക്കൂട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിച്ച് സ്കോർ ചെയ്യും. ഓക്കെ, പിന്നെ നാണം കെടുക്കരുത്. നാണം കിട്ടുന്നില്ല, ഞങ്ങളൊക്കെ ജയിക്കും. ഓക്കെ, താങ്ക് യു. ഇത് സൈൻ ഔട്ട് പറയണോ? സൈൻ ഇൻ സൈൻ ഔട്ട് എന്തിനാ? ഓക്കെ, ഇപ്പൊ മിക്കവാറും ചൊവ്വാഴ്ച അതിലും മിസ് ആയിരിക്കാം. എന്നാലും എന്നെ പ്രതീക്ഷയുള്ളൂ കേട്ടോ. ഇനിയിപ്പോ ഇതുപോലെ നീ ഞെട്ടണ്ട. ഓക്കെ, എന്നെ പ്രതീക്ഷിച്ചു. ഇപ്പൊ അങ്ങനെ കയറി വന്നാലോ ഞാൻ. മിസ് വരുന്നോണ്ടൊന്നും കുഴപ്പമില്ല മാം. ഞങ്ങള് പെട്ടെന്ന് ബുക്ക് റെഡി അല്ലാതിരുന്നോണ്ട് ഒരു പ്രശ്നം വന്നെന്നുള്ളൂ. ഒരു കാര്യം ചെയ്യൂ, അപ്പോഴൊക്കെ നിങ്ങൾ വെർബ് സെറ്റ് ഒക്കെ നോക്കി വെക്കുക. എല്ലാവരും നോക്കി വെക്കൂ കേട്ടോ. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം പറഞ്ഞു പോയാൽ മതി. അപ്പൊ കുറെ സമയം പോയില്ല. ഓക്കെ, അങ്ങനെ വെർബ് സിസ്റ്റം നോക്കാം. ടെൻസിന് തൊട്ടാ ഡൗട്ട് ആയിരിക്കും. ആണോ? അങ്ങനെയാണോ അവസ്ഥ? ടെൻസിന്റെ ഭാഗത്ത് മിസ് എങ്ങനത്തെ മോഡലിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് പറഞ്ഞാൽ മതി. ആദ്യം മുതൽ പറയാൻ നോക്കുമ്പോൾ ആകെ തല തിരിയും. ടെൻസ് എങ്ങനെയൊക്കെ ഞങ്ങളിപ്പോ നിങ്ങൾക്ക് എക്സാമിന് ബേസ് ചെയ്തിട്ടാണോ അറിയേണ്ടത്? ഇനി അങ്ങോട്ട് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണോ അറിയേണ്ടത്? അങ്ങനെ ചെയ്താൽ മതി മാം. മൊത്തത്തിൽ പറയുമ്പോ എന്തായാലും ഞങ്ങളിതാ KG കുട്ടികളൊക്കെ അല്ലേ അധികം പഠിപ്പിക്കാൻ പോവുക. അപ്പൊ അത്ര തോനൊന്നും അറിയണമെന്നില്ല. ഞങ്ങൾക്ക് ഇപ്പൊ ഈ എക്സാമിന് നല്ല സ്കോർ ചെയ്യാൻ പാകത്തിനുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നാൽ മതി. എന്നിട്ട് മിസ് വേറെ മോഡലിൽ ഇട്ടാൽ മതി. അതന്നെ ക്വസ്റ്റ്യൻ ഇടണ്ട, വേറെ ക്വസ്റ്റ്യൻ ഇട്ട, പക്ഷെ ആ മോഡൽ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. അങ്ങനെയൊക്കെ എളുപ്പമായി. ഭയങ്കര എളുപ്പം. മനസ്സിലാവുന്നുണ്ട് എനിക്ക്. ഒരു കാര്യം ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തരട്ടെ. അങ്ങനെ ആരും അറിയാതെ ഞങ്ങൾ എഴുതിക്കോളാം. പക്ഷേ ഇത് മോഡൽ ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടാത്തോണ്ടുള്ള ഒരു ഇതാ. എങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻ വരുന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തോണ്ടുള്ള ഒരു വെപ്രാളം, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നിട്ട് ചിരിക്കരുത് ലാസ്റ്റ് കേട്ടോ. അയ്യോ മിസ് പറഞ്ഞ അങ്ങനെ തന്നെ വന്നല്ലോ എന്നൊന്നും പറയരുത്. ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആൻസർ വന്നത്. അപ്പൊ ആ ഭാഗം ക്ലിയർ ആകും. അപ്പൊ പിന്നെ ഒരു റിവിഷന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങനെ ചെയ്താൽ മതി. ഓരോ ചാപ്റ്ററിൽ 10 ക്വസ്റ്റ്യൻസ് തരട്ടെ, മോഡൽ ക്വസ്റ്റ്യൻസ്. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ പിന്നെ ഏകദേശം ധാരണ കിട്ടില്ല. സന്തോഷായി. നോക്കട്ടെ. സന്തോഷമായി മിസ്, സന്തോഷമായി മിസ്. നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അത് തരണം, ഇല്ലേ നിങ്ങൾ എന്നെ ചെയ്യും. അത് മതി. വല്ലാത്ത പ്രശ്നം വരുന്നില്ല. കാരണം ആദ്യം മുതൽ തന്നെ റിവൈൻഡ് ചെയ്ത് വരുമ്പോ ഞങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചതൊക്കെ പാക തകിടം അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് തന്നാൽ മതി. ഓക്കെ, സീക്രട്ട് ആയിക്കോട്ടോ. സീക്രട്ട് ആണേ, പുറത്തോട്ട് പോകരുത്, ലീക്ക് ആകരുത്. ഇത് അപ്ലോഡ് ചെയ്യുമ്പോ ഒക്കെ ലീക്ക് ആകും. അതെ, അപ്ലോഡ് ചെയ്യുമ്പോ പോകും, വൈറലായി പോകും. ഓക്കെ എന്നാ. അപ്പൊ ഞാൻ ചൊവ്വാഴ്ച വരണോ? ഞാൻ അന്നേ മിസ്സിന് വന്നാൽ മതിയോ? കുഴപ്പമില്ല മിസ്സേ, ഞങ്ങള് ഇന്ന് ഞെട്ടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. വരുന്നോണ്ട് ഞങ്ങക്ക് കുഴപ്പമില്ല. പക്ഷെ എന്താന്നറിയോ, ആ ഭാഗങ്ങളൊന്നും തീർന്നിട്ടില്ല. അത് ഇമ്പോർട്ടന്റ് ഭാഗമാണത്. അപ്പൊ അത് കവർ ചെയ്യാതെ ഞങ്ങൾക്ക് എക്സാം വന്നിട്ടുണ്ട്. എല്ലാതും കഴിഞ്ഞിട്ട് എക്സാം വരുള്ളൂ. എന്നാലും പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പൊ തീരെ. ആദ്യമൊക്കെ അപർണ മിസ്സും അതിര മിസ്സും ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ കുറെ നേരം എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാ ക്ലാസ് എടുക്കുക. ഇപ്പൊ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ സംസാരത്തിനൊന്നും അവിടെ എക്സാമിന് പോകും. പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നും ഓർമ്മയുണ്ടാവില്ല കേട്ടോ. ടെൻഷൻ വേണ്ട, കൂളായിട്ടിരിക്കും. അപ്പോ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എക്സാം ഉണ്ടാവുക വല്ലതും പറഞ്ഞോ? ഡേറ്റ് വല്ലതും വന്നോ മിസ്സേ? ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, മിക്കവാറും
മേ ബി നെക്സ്റ്റ് മന്തിൽ ഉണ്ടാകാൻ തോന്നുന്നു മോഡൽ. ഓക്കെ യാ, അപ്പോ ദാറ്റ്സ് ഓൾ. അതിന്റെ പേര് നമ്മ കൊണ്ടുവന്നാലേ. ഓക്കെ മാം, താങ്ക് യു. Thank you. Thank you. Class. Okay. താങ്ക് യു.